Our next topic is electrolysis. Do you know who is known as father of electrolysis? Really? It is Michael Faraday. Therefore, the laws of electrolysis are known as Faraday's laws of electrolysis. There are two laws, first law of electrolysis and second law of electrolysis. First, we are going to deal with first law of electrolysis. നമുക്കറിയാം ഒരു ഇലക്ട്രോലൈറ്റിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ആ ഇലക്ട്രോലൈറ്റ് ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് ആയി മാറും. നോക്കിയാൽ സോഡിയം ക്ലോറൈഡ്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന് ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്കറിയാം മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ Na+ അയോൺസ് ഉണ്ട്, Cl- അയോൺസും ഉണ്ട്. ഇതിൽ Na+ അയോൺസ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക? കാത്തോഡിലേക്ക് മൂവ് ചെയ്യും. Cl- അയോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ആനോഡിലേക്ക് മൂവ് ചെയ്യും. Na+ അയോൺസ് കാത്തോഡിലെത്തി ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് എന്തായിട്ട് മാറും? സോഡിയമായി മാറും. ദാറ്റ് മീൻസ് സോഡിയം മെറ്റൽ വിൽ ബി ഡെപ്പോസിറ്റഡ് അറ്റ് ദി കാത്തോഡ്. Cl- അയോൺസ് ആനോഡിലെത്തി ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. അതായത് ഓക്സിഡേഷനാണ് ആനോഡിൽ സംഭവിക്കുക. എന്നിട്ട് ഈ ഫോം ചെയ്ത ക്ലോറിൻ ആറ്റം വേറൊരു ക്ലോറിൻ ആറ്റമായി ചേർന്ന് ക്ലോറിൻ മോളിക്യൂൾ. അപ്പോൾ Cl2 ഗ്യാസ് ആണ്, നമുക്കറിയാം ക്ലോറിൻ ഗ്യാസ് ആണ്. ഇറ്റ് വിൽ ബി ലിബറേറ്റഡ് അറ്റ് ദി ആനോഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത് എന്താ അറിയുമോ? നമ്മൾ എത്ര ഇലക്ട്രിസിറ്റി ആണോ ഇങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും ഇലക്ട്രോളിസിസ് ഇവിടെ സംഭവിക്കില്ലേ? സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുന്നുള്ളെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഇലക്ട്രോളിസിസും കുറവായിരിക്കും. ലാർജർ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇലക്ട്രോളിസിസ് നടക്കും, കംപ്ലീറ്റ് ഇലക്ട്രോളിസിസ് സംഭവിക്കാം. അപ്പോൾ ഫസ്റ്റ് ലോ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ലോയിൽ പറയുന്ന പോയിന്റ് ഇതാ, ശ്രദ്ധിച്ചോളേ. ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദി കാത്തോഡ്, ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് രണ്ടും പറയാം. എന്താ കാരണം? സോളിഡ്സ് ആകുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുക, ഗ്യാസസ് ആകുമ്പോൾ ലിബറേറ്റ് ചെയ്യുക. ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ്, ഇറ്റ് മേ ബി അറ്റ് കാത്തോഡ് ഓർ ആനോഡ്, രണ്ടിടത്തും ആവാം. ഓക്കെ, deposited or liberated at any electrode is directly proportional to the quantity of electricity passed through the electrolyte. വളരെ സിമ്പിൾ ആണ്. എത്രമാത്രം ഇലക്ട്രിസിറ്റി ആണോ നിങ്ങൾ പാസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിലേക്ക് അത്രമാത്രം ഇലക്ട്രോളിസിസ് നടക്കും എന്നർത്ഥം. എത്രയും കൂടുതൽ ഇലക്ട്രോളിസിസ് നടക്കുന്നോ അതിനനുസരിച്ച് കാത്തോഡിലും ആനോഡിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയോ ലിബറേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടും കൂടുതലായിരിക്കും. ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് deposited or liberated at any electrode is directly proportional to the quantity of electricity passed through the electrolyte എന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത് ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത്. ഓക്കെ, നമുക്കതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം. സപ്പോസ് W is the amount of substance deposited or liberated at any electrode. കാത്തോഡിലോ ആനോഡിലോ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ലിബറേറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് W എന്നിരിക്കാം. The amount of substance deposited should be directly proportional to എന്തിനാണ് നമ്മൾ പറഞ്ഞത്? It should be proportional to the quantity of electricity passed through the electrolyte. അപ്പോൾ ഇവിടെ W എന്താണ്? Amount of substance deposited. Q എന്താണ്? Quantity of electricity passed. ഓക്കെ, നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിലും പഠിച്ചിട്ടുണ്ടാവും. Q എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? IT ക്ക് ഈക്വൽ ആണ്. Q എന്ന് പറയുന്നത് IT ക്ക് ഈക്വൽ ആണ്. ചാർജ് ഈസ് ഈക്വൽ ടു അല്ലേ, Q ഈക്വൽ ടു IT. I where I is current in ampere and T is time in second. അല്ലേ, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് കൂളോം ആയിട്ട് എടുക്കണം. കൂളോം ഐ കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മിച്ച കൂളോം എന്ന് പറയുന്ന ആംപിയർ സെക്കൻഡ് ആണെന്ന് ഓർമ്മിച്ചാൽ Q ഈക്വൽ ടു IT. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളെ, W പ്രപ്പോർഷണൽ ടു Q ആണെങ്കിൽ W പ്രപ്പോർഷണൽ ടു Q മാറ്റി എന്ത് കൊടുക്കാം? IT കൊടുക്കാം. ബിക്കോസ് Q is equal to IT. അങ്ങനെയാണെങ്കിൽ W is equal to a constant Z into IT. ഇതാണ് ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വരിക. W is equal to ZIT where Z is a constant. ഈ Z എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. Z is a constant called electrochemical equivalent. Z is a constant called electrochemical equivalent. ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് എന്നാണ് Z അറിവ്. അപ്പോൾ W is the amount of substance deposited, Z കോൺസ്റ്റന്റ് ആണ്, ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ആണ്, I കറണ്ട് ഇൻ ആംപിയർ ആണ്, T എന്ന് പറയുന്നത് ടൈം ഇൻ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കിയേ. വെൻ I ഈക്വൽ ടു 1 ആംപിയർ, നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണ്. ആൻഡ് T ഈക്വൽ ടു 1 സെക്കൻഡ്. 1 ആംപിയർ കറണ്ട് എത്ര നേരത്തേക്കാണ് പാസ് ചെയ്യുന്നത്? ഒറ്റ സെക്കൻഡ് നേരത്തേക്ക്. If I equal to 1 ampere and T equal to 1 second, then W equal to Z. W എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? Z ന് ഈക്വൽ. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റിനെങ്ങാനും ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എന്താണ്? ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ
amount of substance deposited or liberated. Amount of substance deposited or liberated by the passage of 1 ampere of current for 1 second. 1 ampere current 1 second നേരത്തേക്ക് പാസ് ചെയ്താൽ എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ലോ. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ആലോചിച്ചാൽ മതി. ഇലക്ട്രോളിസിസ് നടക്കും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഇലക്ട്രോളിസിസ് നടക്കും. കൂടുതൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ നന്നായിട്ട് ഇലക്ട്രോളിസിസ് നടക്കും. അപ്പോൾ ഡീകമ്പോസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും കൂടുതലായിരിക്കും എന്നർത്ഥം. അതാ പറയുന്നത് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് the amount of substance deposited or liberated at any electrode is directly proportional to the quantity of electricity passed through the electrolyte. ലോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ കൂടി എഴുതിയിരിക്കണം. ഫാരഡേസ് ലോസ് ഒക്കെ ഒരുപാട് തവണ പരീക്ഷ ചോദിച്ചതാണ്. അപ്പോൾ ലോ ചോദിച്ചത് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോ സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതിയില്ല എന്നുകൂടി എഴുതണം. അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഡബ്ല്യു പ്രൊപ്പോർഷണൽ ടു ക്യൂ ആണ്, ക്യൂ ഐ ടി ആണ്, ഡബ്ല്യു ഈക്വൽ ടു ഐ ടി ആണ്, ഡബ്ല്യു ഈക്വൽ ടു സെഡ് ഐ ടി ആണ്. എന്നിട്ട് ഓരോ ടേമും പറയണം. ഡബ്ല്യു ഇസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്, സെഡ് ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് എസ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്, ഐ ഈസ് കറന്റ് ഇൻ ആംപിയർ ആൻഡ് ടി ഈസ് ടൈം ഇൻ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് കഴിഞ്ഞു. ഇനി ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. ഇനി സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൽ എന്താ പറയുന്നത് അറിയാവാ? രണ്ട് ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ് എടുക്കുക. രണ്ട് ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ് എടുക്കുന്ന ആ രണ്ട് ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്, സപ്പോസ് വൺ ഈസ് സിൽവർ നൈട്രേറ്റ്, ഒന്ന് AgNO3 സിൽവർ നൈട്രേറ്റ് ആണ്, സെക്കൻഡ് വൺ കോപ്പർ സൾഫേറ്റ് എന്ന് വിചാരിച്ചു. ഏതോ ആയിക്കോട്ടെ, ടു ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ്. രണ്ട് ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ് എടുത്തിട്ട് രണ്ടിലേക്കും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. നമ്മൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞേ? എത്ര ഇലക്ട്രിസിറ്റി ആണോ പാസ് ചെയ്യുന്നത് അത്രയും ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇഫ് ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഇവിടെ ആരാ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അറിയുക? ഇവിടെ ഏതായതുകൊണ്ടുള്ള Ag+ അയൺസ്, അപ്പോൾ അത് സിൽവർ മെറ്റലായിട്ട് മാറും. ഇവിടെ Cu2+ അയൺസ് കോപ്പറായിട്ട് മാറുകയും ചെയ്യും. അതായത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നയാൾ സിൽവർ ആയിരിക്കും, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കോപ്പർ ആയിരിക്കും. ചോദ്യം ഇതാണ്, സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സിലേക്ക് പാസ് ചെയ്താൽ രണ്ടിടത്തും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സെയിം ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? എത്ര ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു അത്രയും ഡെപ്പോസിറ്റ് ചെയ്യുന്ന. അതല്ല, ഇവിടെ കേസ് ഡിഫറെൻറ്റാണ്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി സെയിം ആണ്, പാസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഡിഫറെൻ്റ് ആണ്. എങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ലിബറേറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് രണ്ടിടത്തും സെയിം ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ചോദ്യം. എന്താ തോന്നുന്നത്? ഒരിക്കലും സെയിം ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്താ പറയുന്നത് അറിയുവാ? ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഇവിടെ എത്ര സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സിൽവറിൻ്റെ ഇക്വാലന്റ് മാസ് ആണ്. ആ ടേം ശ്രദ്ധിച്ചോണേ, ഇക്വാലന്റ് മാസ്. മോളാർ മാസ് കേട്ടില്ല, അതുപോലെ തന്നെ ടേം ആണ് ഇക്വാലന്റ് മാസ്. ഇവിടെ എത്ര കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കോപ്പറിൻ്റെ ഇക്വാലന്റ് മാസ് ആണ്. അപ്പോൾ നമുക്ക് അതിന് ലോ ആയിട്ട് പറയാം, സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയട്ടെ. അപ്പോൾ ഈ ഒരു ഫിഗർ മനസ്സിലേക്ക് വരണം. ഏത് സെന്റൻസിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വെൻ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ്, then the amount of substances deposited or liberated at the electrodes are proportional to their respective equivalent masses. When the same quantity of electricity is passed through different electrolytes, then the amount of substances deposited or liberated at the electrodes are proportional to their respective equivalent masses. നമുക്ക് അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷനിലൂടെ കണക്കാലോ. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട സിൽവറിൻ്റെ എമൗണ്ട് W1 ഗ്രാം ആയിരിക്കും. അപ്പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട കോപ്പറിൻ്റെ എമൗണ്ട് W2 ഗ്രാം ആയിരിക്കുക. W1 എത്ര സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആരാ തീരുമാനിക്കുന്നത്? സിൽവറിൻ്റെ ഈക്വലന്റ് മാസ്, അതിന് E1 എടുക്കാം നമുക്ക്. അതേപോലെ W2 ഈക്വൽ ടു എന്ത് എടുക്കാം നമുക്ക്? W2 പ്രൊപ്പോർഷണൽ ടു E2. W1 proportional to E1 and W2 proportional to E2, where E1 is the equivalent mass of silver, E2 is the equivalent mass of copper. അല്ലെങ്കിൽ ആരാണ് ഇത്? നമ്മളിപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട്, ഞാൻ സിൽവർ കോപ്പർ വെച്ച് പറയുന്നത്. Okay, W1 proportional to E1. W1 is, but W1 and W2 are the amount of substances deposited. E1 and E2 are their respective equivalent masses. Therefore, W1 by W2 equal to E1 by E2. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് വരും. W1 by W2 equal to E1 by E2. W1 and W2 എന്താണെന്ന് പറയണം, E1 and E2 എന്താണെന്ന് പറയണം. ഓക്കെ, ഇതാണ് സെക്കൻഡ് ലോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസും സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസും മാറിപ്പോകാൻ പാടില്ല. ഓക്കെ.